بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ 24ാമത്തെ രാത്രിക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രാർത്ഥനകൾ കൊണ്ട് ലോകം ഒന്നടങ്കം നിറഞ്ഞു കവിയുന്ന ദിനരാത്രങ്ങളാണ് റമദാനിൽ ഇനി അവശേഷിക്കുന്നത്. നമ്മുടെ ബാധ്യത അല്ലെങ്കിൽ ചുമതല നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായി നല്ല ബോധ്യത്തോടെ പ്രതീക്ഷ നിർഭര മനസ്സോടെ അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടവരാണ്. നമ്മുടെ മാതാപിതാക്കൾ, അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഒരു രീതി, പ്രാർത്ഥനയുടെ ഒരു ശൈലി ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈത്തിയ മുഅ്മിനൻ വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അത് പ്രവാചക മാതൃകയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നൂഹ് അലൈഹിസ്സലാമും ഒക്കെ പ്രാർത്ഥിച്ചതായിട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുക. അതിലൊന്ന്, പ്രാർത്ഥന കുറേ സമയം ഇഅ്തികാഫൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ വിശിഷ്യ അതാദ്യം കുറച്ച് ഒരു ടൈം ടേബിൾ പോലെ ആക്കിയാൽ അതിലൊന്ന് സ്വന്തത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാക്കാം. അപ്പൊ റബ്ബിഗ്ഫിർലി എന്നാണ്. നമ്മുടെ എല്ലാ ദുആകളിലും ഈ വാക്ക് വരുന്നുണ്ട്. സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ, സുജൂദില് ഒക്കെ ഈ വാക്കാണ് ആവർത്തിക്കുന്നത്. രണ്ടാമതാണ് വലി വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾ. അതിങ്ങനെ മനുഷ്യരാശി നിലനിൽക്കുന്ന കാലമത്രയും തലമുറകൾ കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ പൂർവപിതാക്കളിലേക്ക് ആ പ്രാർത്ഥന എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആ ദുആയിൽ കണ്ണി ചേർക്കുന്ന ഒരു രീതി വരുന്നുണ്ട്. ഖുർആനിൽ ഒരു പ്രാർത്ഥനയുടെ ശൈലി പഠിപ്പിച്ചപ്പോൾ റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അവിടെ പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ പൂർണ്ണമായ ആക്ഷേപമില്ലാത്ത പൂർണ്ണമായ ഒരു മനസ്സുകൂടി നമ്മൾ എടുത്തു പറയുന്നുണ്ട് ആ ദുആയിൽ. നമ്മുടെ പൂർവികരോട്, മാതാപിതാക്കൾ, ബന്ധുക്കൾ, രക്തബന്ധമുള്ളവർ, അവരോടൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ. റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. വിശ്വാസത്തോടൊപ്പം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ മുഴുവൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമേ. അപ്പൊ നമ്മൾ നമ്മുടെ വൃത്തത്തിൽ നിന്ന് ഈ ലോകത്തോളം വ്യാപകമായി നമ്മൾ ആരെയും അറിയില്ല, അവർക്ക് നമ്മളെയും അറിയില്ല. നൂറ്റാണ്ടുകളായി ജീവിച്ച് മരിച്ചു പോയവരാണ്. അവർക്ക് വേണ്ടി വ്യാപകമായി പ്രാർത്ഥിക്കുകയാണ്. വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈമാനോടുകൂടി ഞങ്ങൾക്ക് മുൻപ് കടന്നുപോയ ആളുകളാണവർ. ഒപ്പം ഞങ്ങളുടെ മനസ്സിൽ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, ഒരൊറ്റ വിശ്വാസികളോടും അവരുടെ കാലശേഷം ഞങ്ങളുടെ മനസ്സിൽ ഒരതൃപ്തി നീ ഉണ്ടാക്കരുത്, ഒരു ഈർഷത,
വെറുപ്പ്, വിദ്വേഷം, ഇഷ്ടമില്ലായ്മ, അസഹനീയ മനസ്സ്, ഇതൊന്നും ഞങ്ങളുടെ മനസ്സിൽ വരരുത്. അങ്ങനെ വന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ല. എത്രയോ എല്ലാ ലോകരാജ്യങ്ങളിലും ജീവിച്ച് മരണപ്പെട്ടു പോയ വിശ്വാസികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, എല്ലാവരെയും ആ വാക്ക് ഉൾക്കൊള്ളുന്നു. അപ്പൊ അവരോട് ആരോടും ഞങ്ങളുടെ മനസ്സിൽ ഒരു വേർതിരിവുണ്ടാക്കിയെടുക്കരുത്. ഈ പറഞ്ഞ ഒരു വാക്കിനകത്ത് അമ്പിയാക്കളും മുർസലീങ്ങളും ശുഹദാകൾ, സാലിഹീങ്ങൾ, സിദ്ദീഖുകൾ എല്ലാവരും പ്രതിപാദിക്കപ്പെടുന്നു. അതാണ് ഈ ദുആയുടെ ഒരു സവിശേഷത. ദുആകളിൽ എപ്പോഴും ഉന്നത സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കൊരു ഹെഡിങ് കൊടുത്തിട്ടുള്ളത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിലാണ്. അത് വ്യക്തി സ്വകാര്യമായി അവൻ്റെ റബ്ബിനോട് അവൻ്റെ ജീവിതത്തിലെ പിഴവുകൾ എടുത്തു പറഞ്ഞിട്ട് അത് പുറത്തു തരണം എന്ന് ആവശ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് സയ്യിദുൽ ഇസ്തിഗ്ഫാറായി. അസ്തഗ്ഫിറുല്ലാഹ് എന്നത് അതിൻ്റെ ഏറ്റവും ചുരുക്ക രൂപമാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഫാത്തിഹ പോലെയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത ഒന്ന്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് പറഞ്ഞു, ബിസ്മിയോട് ചേർന്ന് റഹ്മാനും റഹീമുമാണ്. രണ്ട്, അള്ളാഹു ആണ് സർവത്തിൻ്റെയും ഈ അഖില ലോകങ്ങളുടെയും സ്തുതിക്ക് അവകാശപ്പെട്ടവൻ അള്ളാഹുവാണ്. കാരണം അവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, എല്ലാത്തിൻ്റെയും പരിപാലകൻ. സർവോപരി സർവത്തിൻ്റെയും ഉടമസ്ഥനും അള്ളാഹുവാണ്. അവൻ്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെയാണ്. ഇനി വരാനിരിക്കുന്ന ഒരു ദിവസം അവൻ എല്ലാ ഏകഛത്രാധിപതികളായും ക്രൂരരായും ധാർഷ്ട്യതയോടെയൊക്കെ ഭരണം നടത്തിപ്പോന്ന നേതാക്കൾ, ഭരണകർത്താക്കൾ എല്ലാവരെയും കുനിച്ചു നിർത്തുന്ന ഒരു ദിവസമാണ് മാലിക് യൗമിദ്ദീൻ. ഇത്രയും പറഞ്ഞ ശേഷമാണ് നമ്മുടെ ചുമതല പറഞ്ഞത്. ഇബാദത്ത് നിനക്ക് മാത്രം, സഹായം നിന്നോട് മാത്രമേ ഇനി ചോദിക്കൂ. ഇത്രയും ബോധ്യം വന്നതിന് ശേഷമാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ആദ്യം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് പറഞ്ഞതിന് ശേഷമാണ് നേർവഴിയിൽ, നല്ല വഴിയിൽ ജീവിപ്പിക്കണം. അത് നല്ല നിലയിൽ ജീവിച്ച് ഈ ലോകത്ത് മാതൃകയായി ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിൽ പ്രമുഖര് നബിമാരാണ്, അവരുടെ വഴിയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അനുസ്യൂതം ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ഇതിനേക്കാൾ വലിയൊരു നേട്ടമില്ല. അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാകുന്ന വഴിയാകരുത്, വഴി പിഴച്ചു പോകാനും പാടില്ല. കോപമുണ്ടാകുന്ന വഴിയാണ് എല്ലാ ദുർമാർഗങ്ങളും, ഹറാമിൻ്റെ എല്ലാ വഴികളും, അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത വഴികളും. ഇതാണ് നമ്മൾ ഫാത്തിഹയുടെ പ്രാർത്ഥനയുടെ ഒരു ഘടന നമുക്ക് മനസ്സിലാവുക. ഖാദി ബൈളാവി ഇത് ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടാണ് ദുആയുടെ പ്രത്യേകത അദ്ദേഹം രേഖപ്പെടുത്തിയത്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിനകത്ത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ, അപ്പൊ വ്യക്തിയിലേക്ക് വന്നു, നമ്മളിൽ ഓരോരുത്തരിലേക്കും. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷകൻ, എൻ്റെ രക്ഷിതാവ്, എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ വേറെ ആരും എനിക്കില്ല, വേറൊരു ഇലാഹില്ല. ഖലഖ്തനീ വ അന അബ്ദുക, നീ എന്നെ സൃഷ്ടിച്ചു, അപ്പൊ ഞാൻ നിന്റെ ദാസനായി. നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, നീയാണ് റബ്ബ്, നീ സൃഷ്ടിച്ചു, അപ്പൊ ഞാൻ ദാസനായി. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, അതുകൊണ്ട് അടിമയായ ദാസനായ ഞാൻ നിന്നോടുള്ള കരാറിലും എൻ്റെ കഴിവത് ആ കരാറ് പാലിച്ച് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നു. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തിട്ടുള്ള ഏത് അപരാധങ്ങളുണ്ടോ അതിൽ നിന്റെ ഷർറിൽ നിന്ന് നിന്നോട് അഭയം തേടുന്നു.
ഇത് എനിക്കും നിനക്കും മാത്രം അറിയുന്ന ഒരു സ്വകാര്യമായ സംഭാഷണമാണ്. അബൂഉലക ബി നിഅമതിക അലയ്യ, നീ എനിക്ക് നൽകിയ കുറേ അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെ ഓർത്തിട്ട് നിന്നോട് ഓരോന്ന് പറയും. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 1 കൊല്ലോ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ പുറകോട്ട് പോയിട്ട് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ജീവിത സൗകര്യമുണ്ട്. വീട്, വാഹനം, ആരോഗ്യം, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, ഇങ്ങനെ ഓരോന്നും എടുത്താൽ അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്താണതെല്ലാം. ഇത് ഇസ്രായേല്യരെ കുറിച്ച് പ്രതിപാദിച്ചപ്പോഴും ഖുർആൻ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി. ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ അന്നി ഫളൽതുക്കും അലൽ ആലമീൻ. എത്ര വലിയൊരു വാക്കാണെന്നറിയോ? യാ ബനി ഇസ്രായീൽ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. അങ്ങനെ ഓർത്തു കഴിയുമ്പോൾ ഓരോന്നിൻ്റെയും അവസാനം നമ്മളുടെ ഹൃദയം വളരെ ഭയചകിതമായ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ ദില്ലത്ത്, നിസ്സാരനായി അവൻ്റെ മുൻപിൽ നമ്മൾ വന്ന് വീഴുകയാണ്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുകയും ഇതെല്ലാം നീ എനിക്ക് നൽകിയ അനുഗ്രഹം, നിന്നോട് നന്ദി പറഞ്ഞുകൊണ്ട് നിന്നിലേക്ക് മടങ്ങുന്നു എന്നാണ് ആ വാക്കിന്റെ സാരം. അതൊരുപാട് പറയാനുണ്ട്. ഇത് ഈ കാലയളവിൽ എന്നിൽ നിന്നുണ്ടായ ദോഷങ്ങളുണ്ട്, അത് അവന് മാത്രം ഓർക്കാൻ കഴിയുള്ളൂ. അത് അവന്റെ മനസ്സിലാണ് അതെല്ലാം ഓരോന്നോരോന്നുണ്ടാവുക. എന്നിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങുന്നു. നീ എനിക്ക് പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ വേറെ ആരാണ് പുറത്തു തരാനുള്ളത്? അപ്പൊ ഇതിങ്ങനെ നമ്മുടെ പ്രാർത്ഥനയുടെ സമയമായതുകൊണ്ടാണ് അതിൻ്റെ ഒരു ക്രമം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ നബിമാര് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ ശൈലിയിലൂടെ 5 നേരവും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലും അവസാനം ഇതെല്ലാം ചേർത്ത് വരുന്ന ഒരു പ്രാർത്ഥന കൂടിയുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ. അത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യവുമാണ്, കുടുംബത്തിൻ്റെ ആവശ്യവുമാണ്, സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. അപ്പൊ അതിനകത്ത് പ്രധാനമായി ഉള്ളത് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന, അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണം. അപ്പൊ നമ്മൾ ഈ ഇത്തിക്കാഫിലൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണല്ലോ, ഞങ്ങളുടെ ഇണകൾ. അപ്പൊ ആ ഇണകളെ കുറിച്ചുള്ള ഏറ്റവും നല്ല പ്രതീക്ഷയും ഏറ്റവും നല്ല അനുഭവങ്ങളും ഏറ്റവും നല്ല ജീവിതവും ഓർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരു മനഃശാസ്ത്ര ക്ലാസ്സിൽ പറയുന്ന പോലെ ഇവിടെ പറയാൻ പറ്റൂല. ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണം. അത് എത്ര കാലം ഒരാൾ ജീവിച്ചോ അത്രയും കാലം, നീ എത്ര കാലം ജീവിക്കുന്നില്ലയോ ആ ജീവിക്കാത്ത കാലം അത്രയും നമ്മൾ എടുത്തു പറയുകയാണ്. ഇത് ഞങ്ങളുടെ ഇണകൾക്ക് നീ പുറത്തു തരണം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന, ഞങ്ങളുടെ മക്കൾ. അതിലോരോന്നും ഓരോരോ ആവശ്യങ്ങളാണ്, ഓരോരോ കാര്യങ്ങളാണ്, ഓരോരോ പ്രശ്നങ്ങളാണ്. അത് ഖുർആൻ തന്നെ ഫിത്നയാണ് മക്കൾ എന്ന് 2 സ്ഥലത്താണ് ഖുർആൻ ആവർത്തിച്ചത്. ഞാൻ ആ ഭാഗം വിവരിക്കുകയല്ല. ഖുർറത്ത അഴ്യുനിൻ, ഞങ്ങൾക്ക് ഓർക്കുമ്പോൾ ഒരു കുളിർമ തോന്നണം, മനസ്സിന് ഒരു ആനന്ദം ഉണ്ടാകണം, ഒരു സന്തോഷം ഉണ്ടാകണം. മക്കളെക്കുറിച്ചും ഇണകളെക്കുറിച്ചുമാണ് പറഞ്ഞത്. 2 വലിയ വാക്കാണ്. ഈ സിവാജ്, നബിയുടെ വിവാഹം വിവരിക്കുന്ന ഒരു വലിയ പ്രസിദ്ധമായ കിതാബുണ്ട്. അതിനകത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ കൺകുളിർമ എന്ത് എന്ന് വിവരിക്കുന്ന ഒരു ഭാഗം തന്നെയുണ്ട്. അതിലേറ്റവും കൂടുതൽ സായുജ്യത അനുഭവിച്ചിരുന്നത് നബി നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ പടച്ചവനെ കാണുകയാണ്. അതേ കൺകുളിർമയാണ് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കാണുമ്പോൾ. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഞാനത് കൂടുതൽ വിവരിക്കുകയല്ല, നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കാണുമ്പോൾ ദേഷ്യം വരും, പിണക്കം ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്.
പക്ഷേ നബിയെ സംബന്ധിച്ച് ഇങ്ങനെയാണ്, ഇമാമ. ഞങ്ങൾക്ക് ഖുർറത്തഅ്യുനിൻ മാത്രമല്ല, ഞങ്ങളോടൊപ്പം ഞങ്ങളെ കണ്ടു മനസ്സിലാക്കി അറിയുന്ന എല്ലാ നാടുകളിലും ഞങ്ങൾ സ്മരിക്കപ്പെടണം, അല്ലെ പറയപ്പെടണം. അവരെത്ര നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത്, അവരെ കണ്ടു നോക്ക്, എന്ത് ആനന്ദവും എന്ത് ഹാപ്പിയുമാണ് അവരുടെ യാത്ര, അവരുടെ നടത്തം, അവരുടെ വർത്തമാനമൊക്കെ. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് സംസാരിക്കാനുള്ളത് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുമാണ്. ബാക്കി ആരോട് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നാലും 2 മിനിറ്റ് കഴിയുമ്പോൾ വാ കഴിക്കും, മടുപ്പ് വരും, കേട്ട് കഴിക്കുന്നയാൾക്കും വിഷമം വരും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, ശരിയാണോ? അള്ളാഹുവിന്റെ റസൂല് ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ 24ാമത്തെ രാത്രി ആയതുകൊണ്ട് 2 മിനിറ്റ് കൂടണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി നബിയുടെ ഈ സ്വഭാവം വിവരിക്കുന്ന ഒരു ഹദീസുണ്ട്. സംഭവ ബഹുലത നിറഞ്ഞതാ നബിയുടെ ജീവിതം, ഒരു സെക്കൻഡ് ഒഴിവില്ല. അത് ചിന്തിച്ചാൽ മനസ്സിലാവും. മദീന പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കേന്ദ്രമാണ്, ആവശ്യക്കാരുടെ കേന്ദ്രമാണ്, ആവലാതിക്കാരുടെ കേന്ദ്രമാണ്, വിധി തീർപ്പിന്റെ കേന്ദ്രമാണ്, യുദ്ധമുറകളുടെ കേന്ദ്രമാണ്, ശത്രുക്കളെ കുറിച്ചുള്ള അറിവിന്റെ കേന്ദ്രമാണ്, അതിന് സൈന്യവ്യൂഹത്തെ ഉണ്ടാക്കുന്ന കേന്ദ്രമാണ്. ഇതിനിടയിലാണ് നബിയുടെ ജീവിതം. പക്ഷേ നബിയുടെ ജീവിതത്തിൽ സിംഹഭാഗ സമയവും ഭാര്യയോടൊത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ അന്യോന്യം പറയും എന്നർത്ഥം. അവിടെ ഒരു വലിയ സവിശേഷതയുള്ളത് അന്യോന്യം അവർ കേട്ടുകൊണ്ടിരുന്നു എന്നതാണ്. അതിന് ചെറിയ സഹനതയൊന്നും പോരാ, കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു, കൂടുതൽ പറയാനുണ്ടായിരുന്നു. പറയും തോറും അത് കേൾക്കണമെന്നാവും, കേൾക്കും തോറും പറയണമെന്നാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മനഃശാസ്ത്ര വിദഗ്ധര് പറഞ്ഞത്, ആഴമേറിയ മനുഷ്യകുലത്തിലെ ബന്ധം ഒരേ ഒരെണ്ണേ ഉള്ളൂ, അത് ഭാര്യയും ഭർത്താവുമാണ്. ബാക്കി എല്ലാത്തിനും എന്തുണ്ട്, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു പരിധിയുണ്ട്. ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലുള്ള ബന്ധത്തിന് ആഴം എന്ന് പറഞ്ഞാൽ 7 ഭൂമിയുടെ അടിയിലേക്ക് വരെ ഉണ്ടെങ്കിൽ അവിടം വരെ ആഴമുണ്ട്. അത്ര പരപ്പുണ്ടെന്ന് പറഞ്ഞാൽ 7 ആകാശത്തിൻ്റെയും അപ്പുറത്തേക്ക് നീളും. ഇങ്ങനെ ഒരു ബന്ധം മാതാപിതാവുമായിട്ടുള്ള മക്കളുടെ ബന്ധത്തിൽ പോലും ഖുർആനോ ഹദീസോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മറ്റു നാട്ടിലുള്ള എല്ലാവരും, ഞങ്ങളെ അറിയുന്നവര് ഞങ്ങളെ കുറിച്ച് നല്ലത് പറയുന്നൊരവസ്ഥ ഉണ്ടാകണമല്ലോ. ഇതാണ് സൂറത്തുൽ ഫുർഖാനിലെ ദുആ. നിങ്ങൾ ഈ രാത്രിയും പകലൊക്കെ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ക്രമമായി ഓരോ വിഷയവും സമയമെടുത്ത് നന്നായി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്കെല്ലാം വേണ്ടി. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദറും അതിൻ്റെ ഫളിലും ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ആയുസ്സും ആരോഗ്യവും നൽകി അള്ളാഹു നമ്മെയും കുടുംബാംഗങ്ങളെയും മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنك عفو تحب العفو فاعف عنا يا كريم يا رحيم يا الله. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.